നമസ്കാരം. സ്പിരിച്വൽ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഴമക്കാർ പറഞ്ഞിരുന്ന ഒരു ചൊല്ല് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കരുത്. ഇത് കേൾക്കുമ്പോൾ പലർക്കും സംശയം വരും. അപ്പോ കഞ്ഞി എന്തു ചെയ്യും? കറിയെല്ലാം വെള്ളം തന്നെയല്ലേ? ഇന്ന് നമുക്ക് ഇതിന്റെ ആത്മീയവും ശാസ്ത്രീയവും അർത്ഥം മനസ്സിലാക്കാം. ആത്മീയമായ വിശദീകരണം എന്തെന്നാൽ, ഭക്ഷണം കഴിക്കുന്നത് പഴയകാലത്ത് ആരാധന പോലെ കരുതിയിരുന്നു. ഭക്ഷണം വെറും വയർ നിറക്കിലല്ല, അത് ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ശക്തി നൽകുന്ന പ്രസാദമാണ്. പഴമക്കാർ പറഞ്ഞത്, ഭക്ഷണസമയത്ത് ശ്രദ്ധ വേണം. അധികം വെള്ളം കുടിച്ചാൽ മനസ്സ് അശ്രദ്ധ ആവും, ഭക്ഷണം ആസ്വദിക്കുന്ന ധ്യാനസ്ഥിതി നഷ്ടപ്പെടും. ആത്മീയ സന്ദേശം എന്തെന്നാൽ, ഭക്ഷണത്തിലും ജീവിതത്തിലും മിതത്വം പാലിക്കുക. ശാസ്ത്രീയമായ വിശദീകരണം ഇപ്പോൾ നമുക്ക് ശാസ്ത്രീയമായി നോക്കാം. വെള്ളം ചെറിയ തോതിൽ ഭക്ഷണത്തോടൊപ്പം കുടിക്കുന്നത് ശരീരത്തിന് നല്ലതാണ്. അത് ഭക്ഷണം ചവച്ചിറക്കാൻ സഹായിക്കും. പക്ഷേ വളരെയധികം വെള്ളം ഭക്ഷണത്തിനിടയിൽ കുടിച്ചാൽ വയറിലെ ഗ്യാസ്ട്രിക് ജ്യൂസ്, അതായത് ദഹന എൻസൈം, ആസിഡ് എന്നിവ ഡയലൂട്ടാകും. അപ്പോൾ ഭക്ഷണം ഡൈജസ്റ്റ് ചെയ്യുന്നതും മന്ദഗതിയാകും. കഞ്ഞിയുടെ കാര്യത്തിൽ, കഞ്ഞി എന്നത് വെറും വെള്ളം കലർന്ന ഭക്ഷണം അല്ല. അരിയുടെ സ്റ്റാർച്ച് ബ്രേക്ക് ഡൗൺ ഡൈജഷനെ സഹായിക്കും. ചിലപ്പോൾ പ്രോബയോട്ടിക് എഫക്ട് വരെ കിട്ടും. അതുകൊണ്ടുതന്നെ രോഗികൾക്കും വയോധികർക്കും കഞ്ഞി ശുപാർശ ചെയ്തു വരുന്നു. അതായത് പഴമക്കാർ പറഞ്ഞത് വെള്ളം ഒട്ടും കുടിക്കരുത് എന്ന് കരുതി ആയിരിക്കില്ല, എന്നാൽ വളരെയധികം കുടിക്കരുത്, മിതമായി മതി എന്നായിരുന്നു. ഇതിലെ ജീവിതപാഠം എന്തെന്നാൽ ഏതു കാര്യത്തിലും മിതത്വം പാലിച്ചാൽ ശരീരം സുഖവും മനസ്സ് ശാന്തിയും ആത്മാവ് സമാധാനവും നേടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സ്പിരിച്വൽ മലയാളം സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി.